ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ചങ്ക് മച്ചാൻ്റെ കല്യാണമാണ്. കല്യാണത്തിനുള്ള വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങളോട് ഇന്ന് സെറ്റായാൽ മതി. ഇന്ന് ചങ്കിൻ്റെ കല്യാണം ചേർത്തലയിലാണ്. തിരുവാതിക്കൽ നിന്ന് വണ്ടി എടുത്തു ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ നമ്മുടെ ചങ്കുകളൊക്കെ ഇരിപ്പുണ്ട്. പോകുന്ന വഴി അവരൊക്കെ കാണിച്ചു തരാം. ഇട ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചങ്കുകൾക്ക് എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ വണ്ടിയിൽ. കുറച്ച് പേരേ ഉള്ളെങ്കിലും ഞങ്ങൾ അങ്ങ് അടിച്ച് പൊളിച്ച് പോകാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഡ്രൈവർ ചങ്ക അങ്ങ് പൊളിക്കുകയാണ് ഗൈസ്. മച്ചാൻ ഒരു രക്ഷയില്ല കേട്ടോ. മച്ചാൻ്റെ ഒരു സാഹസികമായ ഓവർടേക്കിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്ഥിരം വീഡിയോകൾ കാണുന്ന പോലെയുള്ള യാത്ര തന്നെ നിങ്ങളെ ഈ വീഡിയോയിൽ ഞങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവാതിക്കൽ നിന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഈ യാത്ര ഇപ്പോൾ കുമരകത്ത് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ കുമരകംകാരുടെ സ്വപ്നവും ഒരുപാട് കാലതാമസം നേരിട്ട് പണിയൊക്കെ കഴിഞ്ഞ കുമരകത്തുള്ള ആറ്റാമംഗലം പള്ളിയുടെ അടുത്തുള്ള കോണത്താറ്റ് പാലത്തിലൂടെയാണ് നമ്മുടെ യാത്ര. ശരിക്കും ഇങ്ങനെ ഒരു പാലം വന്നപ്പോൾ തന്നെ കുമരകത്തിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോയിരിക്കുകയാണ് ഗൈസ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ പാലത്തിൽ നിന്ന് നമ്മൾ തിരക്കുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ഒരു ചെറിയ ഇടുങ്ങിയ പാലത്തിലേക്ക് കയറേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കവലയിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കുമരകത്തെ വികസനത്തിന് വേണ്ടി മുന്നോട്ടുള്ള ഈ ചെറിയ പാലങ്ങൾ കൂടി പണിത് തരണമെന്ന് ഞാൻ ഇവിടുത്തെ അധികാരികളോട് അപേക്ഷിക്കുകയാണ് ഗൈസ്. അങ്ങനെ വൈദ്യനിച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും എന്ന പഴഞ്ചൊല്ല് ഇവിടെ അർത്ഥവത്താകുകയാണ്. എന്താണെന്നറിയില്ല. കുമരകത്ത് ചന്തക്കോല എത്തിക്കഴിയുമ്പം വണ്ടിയുടെ സ്റ്റിയറിങ്ങിനെ ലെഫ്റ്റ് സൈഡിലോട്ട് തിരികെയാണ്. എന്നാലും അത് എന്തായിരിക്കുമെന്ന് ചിലപ്പോൾ ലെജൻസ് മനസ്സിലാക്കിയേക്കാം. അങ്ങനെ ഞങ്ങൾ ഫുൾ പവറായിരിക്കുകയാണ്. ഇനിയാണ് ഞങ്ങൾ അങ്ങോട്ട് അടിച്ച് പൊളിക്കാൻ പോകുന്നത്. നമ്മുടെ ഡ്രൈവർ ഞങ്ങനെ ചെറിയ നാണമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് നമ്മുടെ ക്യാമറയിലൊക്കെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. പുറകിലിരിക്കുന്ന നമ്മുടെ മൂത്താശൻ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ടേ ഫുൾ പവറിലാണ്. നമ്മുടെ ഡ്രൈവർ ചങ്ങിന് വേണ്ടി ഒരു പാട്ടം കൊണ്ട് കൊടുത്താലോ. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എൻ്റെ മനസ്സുനുള്ളി. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എൻ്റെ മനസ്സുനുള്ളി. പഞ്ചാര പായസം ഉണ്ണുന്ന മാടത്തത്തെ പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണുവയ്ക്കും. പയ്യന്മാർ നിന്നെ കണ്ട് കണ്ണുവയ്ക്കും. പെണ്ണേ നിൻ ചിരിയിൽ മയങ്ങി കൂടെ കൂട്ടാം ഞാൻ. കുന്നോളം പറയാനുണ്ടടി വാവാ കണിമലരേ, നീ വാവാ കണിമലരേ. ഇപ്പം ഈ പാട്ടാണല്ലോ ട്രെൻഡ്. ചങ്കിനൊരു പണിയാൻ കൊടുത്തേക്കാം. തലേ ദിവസത്തെ ക്ഷീണം അങ്ങോട്ട് വിട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ മച്ചന്മാരെയൊക്കെ കണ്ടല്ലോ പുറകെ ഇരുന്ന് നൈസായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുകയാണ്. വണ്ടിയിൽ മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാം കട്ടാക്കിയിരിക്കുകയാണ്. എന്നാലും ഈ മനുഷ്യന് എവിടെ നിന്നാണ് ഇത്ര എനർജി കിട്ടിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആർക്കും എന്നെ തടുക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാൻ ആശാൻ. ഡാൻസ് കളിക്കാൻ ഈ സ്ഥലമൊന്നും പോരാ, കുറച്ചുകൂടെ ഏരിയ ഉണ്ടെങ്കിലും ഉള്ളു എൻ്റെ സ്റ്റെപ്പൊക്കെ പുറത്തോട്ട് വരത്തുള്ളൂ എന്നാണ് ആശാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ വണ്ടി കയറിയ ടൈം തൊട്ട് ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, ഇതൊക്കെയല്ല നമ്മുടെ സന്തോഷം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചേർത്തലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ ചോദിച്ച് പോവാണ് ഗൈസ്. ഇനി ഞങ്ങളുടെ ചങ്ങിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലും നിങ്ങൾ കണ്ടു നോക്കും. ചങ്ങിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലും എൻ്റെ ക്യാമറയുടെ ആംഗിളും കണ്ട് ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഞെട്ടുന്നുണ്ടായിരിക്കും അല്ലേ ഗൈസ്? ഇത്രയും റിസ്കി ആയിട്ടുള്ള ഷോട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും പേടി വരുന്നുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾക്ക് പേടിയില്ലായിരുന്നെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. EMI പോലും തീരാത്തൊരു ഫോണാണ് കയ്യിരിക്കുന്നത്. അപ്പോൾ പിന്നെ പേടി വരാതിരിക്കുമോ ഗൈസ്? കുറച്ച് റിസ്ക് ഒക്കെ എടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്താ ഒരു രസം. അങ്ങനെ ചേർത്തലയിൽ നിന്നും ഹൈവേയിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണ മണ്ഡപത്തിലേക്ക് ഏകദേശം എത്താറായിരിക്കുകയാണ്. അപ്പോൾ ചങ്ങിൻ്റെ കല്യാണം തിങ്കളാഴ്ച ആയിരുന്നു. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഒരുപാട് റിസ്ക് എലമെൻസും അതുപോലെ തന്നെ അതിസാഹസികമായ ഷോട്ടുകളും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് അത് പിന്നെ എഡിറ്റ് ചെയ്ത് വരാനുള്ള താമസം കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാതെ പോയത്. അങ്ങനെ ചേർത്തല കാണിച്ചുള്ളങ്ങര റോഡിൽ ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ചെക്കൻ്റെ കല്യാണം. അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ചങ്കുകളിലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇൻട്രോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ എടുത്തൊന്നും ഇപ്പോൾ അവൻ്റെയൊക്കെ ജാട കണ്ടല്ലേ.
ഒട്ടുക്കത്തെ ആറ്റിട്ടുള്ളൂ. നമ്മുടെ അമൽനീരത്തിൻ്റെ ഫ്രെയിമിൽ ബിഗ് ബിയിൽ മമ്മൂട്ടി വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗൈസ്. നമ്മുടെ പയ്യന്മാരല്ലേ, അവന്മാരങ്ങ് പൊളിക്കട്ടെ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ചങ്ക് മച്ചാനും അവൻ്റെ പ്രിയ പത്നിയും. അവരുടെ കെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് താമസിച്ചു പോയി, അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകൾ. ഇതിപ്പം എല്ലാവർക്കും വരാൻ പറ്റിയിട്ടില്ല, തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചങ്ങിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വൈകിട്ട് ഒരു റിസപ്ഷൻ പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൽ നമ്മുടെ കോട്ടയം മ്യൂസിക് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ ഒരു ചെറിയ ട്രൂപ്പ് അവതരിപ്പിക്കുന്ന ഒരു ഗാനമേളയുണ്ട്. പിന്നെ ബാക്കി അടിച്ചുകൂടൊക്കെ ഇനി അവിടെയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ അതിൻ്റെ പുറകെ ഉണ്ട്. മൊത്തം എല്ലാവരും കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവണം.